എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ട് നല്ല ഭേഷായിട്ടിരുന്ന് ഞാനും കരഞ്ഞുപോയി. അതൊരു നല്ല എപ്പിസോഡാണ്. നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ആലീന ആ വാച്ച് കയ്യിൽ കെട്ടിക്കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ബബിത പറയുവാണ്, എന്തിനാ എനിക്കിത് തന്നത്, വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ മേലായിരുന്നോ എന്ന്. അന്നേരം വേറെ ആർക്ക് കൊടുക്കാൻ അടിയെന്ന് ചോദിക്കുമ്പോൾ, ഓ പുന്നാര മോളുണ്ടല്ലോ കൃഷ്ണമോൾ, അവൾക്ക് കൊടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അലീന ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, എനിക്ക് നിന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും. അന്നേരം ബബിത പറയുന്നുണ്ട്, എനിക്കറിയാം എന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല എന്ന്, കാരണം ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ശരിയാണ്, നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, പക്ഷേ അതൊക്കെ നീ ഇപ്പം തിരിച്ചറിയുന്നുണ്ടല്ലോ, അത് മതി എന്ന് പറയുന്നു. എന്നിട്ട് പറയുവാണ്, അങ്ങനെ നീ എന്നെ ദ്രോഹിച്ചപ്പം എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിരുന്നു, എങ്കിലും അതിനെല്ലാം ശേഷം നീ തന്നെ ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിന് ഒരുപാട് വില ഞാൻ കൽപ്പിക്കുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് അലീന പറയുവാണ്, ഇവിടെ പലരും എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, അവരെല്ലാം എന്നെ സ്നേഹിച്ചതിന് ഒരു കാരണം ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും അറിയാതെയാണ് നീ എന്നെ സ്നേഹിച്ചത്, അതിന് ഞാൻ ഒരുപാട് വിലയിട്ടിട്ടുണ്ട് കേട്ടോ മോളെ എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നിട്ട് അലീന ഇങ്ങനെ ഇറങ്ങി പോരുമ്പം ബബിതയ്ക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ബബിത. അത് കഴിഞ്ഞ് മേടിച്ചു കൊടുത്ത ആ വാച്ചിലേക്കും അത് കഴിഞ്ഞ് ആ കവറിലുള്ള ഡ്രസ്സൊക്കെ നോക്കുന്നു. എന്നിട്ട് അത് രണ്ടും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് ബബിതയുടെ. ഏതായാലും ബബിതയുടെ അടുത്ത് പോയതിന് ശേഷം അലീന പിന്നെ പോകുന്നത് കൃഷ്ണമോളുടെ അടുത്തേക്കാണ്. കൃഷ്ണമോൾക്ക് പരീക്ഷയാണ്, അവസാനത്തെ പരീക്ഷയാണ് നാളെ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാസം അടിച്ചു പൊളിക്കാം എന്ന് കൃഷ്ണമോൾ പറയുവാണ് അലീനയോട്. അങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചിരിച്ചിട്ട്, ദേ ഇത് നിനക്കുള്ള ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞ് അലീന ആ കയ്യിലിരിക്കുന്ന കവറും കൊടുക്കും. അന്നേരം ഇത് എന്നതാ എന്ന് ചോദിക്കുമ്പം, ഞാനും അച്ഛനും കൂടി ഇന്ന് കല്യാൺ സിൽക്സിൽ പോയായിരുന്നു, എന്നിട്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഞാൻ മേടിച്ചു എന്ന് പറയുമ്പം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അതെന്താ കല്യാൺ സിൽക്സിൽ പോയത്, നമ്മുടെ ടെക്സ്റ്റൈൽസിൽ നിന്ന് മേടിച്ചാൽ പോരായിരുന്നോ എന്ന്. അന്നേരം പറയും, നമ്മുടെ ടെക്സ്റ്റൈൽസിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പൈസ മേടിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതെന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതിനുള്ള ഐഡിയ ഉണ്ടായിരുന്നല്ലോ, GPay ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയും, അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ഇവിടെ ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് ബില്ലും കൊടുത്തതിന് ശേഷമാണ് അച്ഛൻ എൻ്റെ അടുത്തോട്ട് വന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായില്ല എന്ന് പറയുന്നു. ഏതായാലും ഡ്രസ്സ് എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പം ദേഹത്തോട്ടൊക്കെ വെച്ചിങ്ങനെ കൃഷ്ണമോൾ നോക്കുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സാണ് എന്ന് അലീന പറയും. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, അങ്ങനെ അടിപൊളിയാണ് എന്ന് തന്നെ പറഞ്ഞാൽ മതിയോ, കോഴി തന്നെ മുട്ടയിട്ടിട്ട് ബുൾസൈ നല്ലതാണെന്ന് പറഞ്ഞാൽ ശരിയാകുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന ചോദിക്കും, അതെന്നാടി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. അന്നേരം കൃഷ്ണമോൾ പറയും, ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് വേണ്ടായിരുന്നു എന്ന്. അന്നേരം അലീനയ്ക്കൊരു വിഷമമേ, അതെന്നാടി എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുവാണ്, ചേച്ചി ഇവിടുന്ന് പോകുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത് മേടിച്ചു തന്നത്, ഇനി ഇത് കാണുമ്പം എനിക്ക് ആകെ വിഷമം തോന്നും എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഇങ്ങനെ വിഷമത്തോടെ, മോളെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചതല്ലേ, ഞാൻ ഇവിടുന്ന് പോയാലും എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഇതിവിടെ ഇരിക്കട്ടെ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ എന്ന്. അന്നേരം മറക്കാൻ ഒരെണ്ണം ഞാൻ വെച്ച് തരും എന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട്. അന്നേരം അലീന പറയുവാണ്, എൻ്റെ ഇവിടുത്തെ ജീവിതത്തിൽ ഞാൻ ഒരു വേലക്കാരിയായി മാത്രം നിന്ന ആ സമയത്ത് നീ എനിക്ക് തന്ന ആ സ്നേഹവും കരുണയും എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം, നീ കൂടി അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് നിൻ്റെ മനസ്സിൽ ഇത്രയും സ്നേഹവും കാരുണ്യവും ഒക്കെ ഉണ്ടായത് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിന് ഒരു ശരിയുണ്ട് ചേച്ചി, ആ ശരിക്കപ്പുറം വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദ്യം ചെയ്തിരിക്കും എന്ന്. എന്നിട്ട് കൃഷ്ണമോൾ വിഷമത്തോട് ചോദിക്കുവാണ്, ചേച്ചിക്ക് ഇവിടുന്ന് പോകുന്നതിൽ സങ്കടമൊന്നുമില്ലേ, ഇത് ശരിക്കും ചേച്ചിയുടെ വീടല്ലേ, ചേച്ചിയുടെ സ്വന്തം അമ്മയല്ലേ എന്ന് പറഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അലീന പെട്ടെന്ന് ഇങ്ങനെ അടയ്ക്കും, പൊത്തിപ്പിടിക്കും. എന്നിട്ട് പറയും, മോളെ അങ്ങനെയൊന്നും പറയില്ല, അതൊക്കെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി, ഇവിടെ വെച്ച് അങ്ങനെയൊന്നും സംസാരിക്കല്ലേ എന്ന് പറയുന്നു. എന്നിട്ട് കൃഷ്ണമോളോട് പറയും, രോഹിത്തിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വാ, ഞാൻ അവനും ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് എന്ന്. അന്നേരം ഞാൻ വിളിച്ചുകൊണ്ട് വരാവേ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ പോകുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ രോഹിത്തിനെ കാണിക്കുന്നില്ല കേട്ടോ, രോഹിത്ത് ഷൂട്ടിങ്ങിന് ചെന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിനുശേഷം അലീന ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഏതായാലും ആ ഒരു സീന്, ബാലേന്ദ്രനോട് സംസാരിക്കുന്ന ആ സീൻ കാണുമ്പം സങ്കടം വരും, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി കേട്ടോ, ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. അലീന ആ കവറുമായിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് വരുക. അന്നേരം ബാലേന്ദ്രനും എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അടുത്ത് ചെന്നിട്ട്, അച്ഛാ ഞാൻ അച്ഛനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ആഹാ നീ മേടിച്ചതല്ല എല്ലാവർക്കും കൊടുത്തു എന്ന് ചോദിക്കും. അന്നേരം എല്ലാവർക്കും കൊടുത്തു, അച്ഛന് മാത്രമേ ഇനി തരാനുള്ളൂ എന്ന് പറയുമ്പോൾ, നീ എനിക്ക് എന്നാ തരാനാ എന്ന് ചോദിക്കും. അന്നേരം അലീന, ഓ വലിയ ടെക്സ്റ്റൈൽസും ജ്വല്ലറിയും ഒക്കെ ഉള്ള ആൾക്ക് ഞാൻ എന്ത് തരാനാ, അങ്ങനെയല്ല അച്ഛൻ ചിന്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് പോടി എന്ന് പറയുവാണേ. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛന് വേണ്ടി ഞാനൊരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയും, ഇതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അച്ഛ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, അതൊക്കെ ഞാൻ അന്ന് കണ്ടതാണല്ലോ എന്ന്. അന്നേരം അലീന പറയുവാണ്, അന്ന് അച്ഛൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, എന്നെ സെലക്ട് ചെയ്യാൻ സഹായിച്ചു പോലുമില്ല, അച്ഛൻ ആരെയോ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു, ആരോ വരാൻ വേണ്ടി അച്ഛൻ വെയിറ്റ് ചെയ്യുമായിരുന്നു, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എന്ന്
പറയുമ്പോൾ നീ അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് പറഞ്ഞാൽ പയ്യെ അവിടെ നിന്ന് എഴുന്നേറ്റ് വിഷയം മാറ്റാൻ തുടങ്ങുവാണ് ബാലേന്ദ്രനെ. അന്നേരം അലീന പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അന്ന് എന്തോ കള്ളത്തരം ഉണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചതാന്ന് പറയുമ്പോൾ ഒന്ന് പോടി എന്ന് പറയും. അത് കഴിയുമ്പോഴത്തേക്കും അലീന ആ ഡ്രസ്സ് എടുത്ത് കയ്യിലോട്ട് കൊടുക്കുവാണ്. അച്ഛന് വേണ്ടി ഞാനൊരു ഷർട്ടും മുണ്ടും മേടിച്ചതാണ് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അത് തുറന്നു നോക്കും. അന്നേരം അലീന പറയുവാണ് അച്ഛൻ്റെ മകളാകാൻ ആഗ്രഹിച്ച ഞാൻ അച്ഛന് മേടിച്ചിരുന്ന ഗിഫ്റ്റ് ആട്ടോ ഇത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും അതെനിക്കറിയാലോ, നിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണ് എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്കും അലീന പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ കാലെ തൊട്ട് അനുഗ്രഹം മേടിക്കുവാണേ. അദ്ദേഹം പെട്ടെന്ന് ബാലേന്ദ്രൻ കയ്യിലിരിക്കുന്ന ഡ്രസ്സൊക്കെ അവിടെ വെക്കും. എന്നിട്ട് എന്നതാ മോളെ നീ എന്നെ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലീന പറയുവാണ് അച്ഛൻ എനിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു സമയത്ത് എന്നെ കൊല്ലാൻ പോലും മനസ്സിൽ അച്ഛന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ തോന്നിയ മനസ്സിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും പിന്നീട് ആ ആളെ തന്നെ മകളെപ്പോലെ സ്നേഹിക്കണമെങ്കിൽ അച്ഛൻ എത്രത്തോളം സഹിച്ചുവെന്നും എത്രത്തോളം അച്ഛൻ്റെ മനസ്സിൽ ബുദ്ധിമുട്ടുകളുണ്ടായി എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതിനൊക്കെ ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ എനിക്കുണ്ട് എന്നൊക്കെ പറയുമ്പം എന്നതാടി മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിന്നെ എനിക്കറിയത്തില്ലേ, വേറെ ഒന്നും കൊണ്ടല്ല, നിൻ്റെ മനസ്സിലെ നന്മയും നിന്നെയും എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറിയത്, അല്ലാതെ അതെൻ്റെ ഒരു കഴിവൊന്നും അല്ല എന്ന് ബാലേന്ദ്രൻ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട് ഞാൻ അച്ഛ എന്ന് വിളിച്ചത് ആദ്യമായിട്ട് അച്ഛനെയാണ്, എനിക്ക് അങ്ങനെ വിളിക്കാനുള്ള അനുവാദം തന്നതും അച്ഛനാണ്, എൻ്റെ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ആ കൈകൾ എടുത്തിങ്ങനെ അലീനയുടെ തലയിലേക്ക് അലീന തന്നെ വയ്ക്കുവാണ്. അതൊക്കെ ബാലേന്ദ്രന് ഭയങ്കര സങ്കടം വരും കേട്ടോ. ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുവാണ്. ഇതെൻ്റെ നാടി മോളെ നീ കാണിക്കുന്നേ, നിന്നെ ഞാൻ എന്നും അനുഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ എല്ലാ അനുഗ്രഹവും മനസ്സും ഒക്കെ നിന്നോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അലീന ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നു. അലീന കരയുന്നു, ബാലേന്ദ്രൻ കരയുന്നു. ഭയങ്കര ഇമോഷണലായ സീൻ പറയുമ്പോൾ പോലും എനിക്ക് സങ്കടം വരും. അതിനുശേഷം സ്റ്റാൻലിയാണ് കാണിക്കുന്നത്. സ്റ്റാൻലി വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം സ്റ്റാൻലിയുടെ മനസ്സിലേക്ക് പോകുന്നത് അലീനെ അവിടെ ബാലേന്ദ്രൻ്റെ വീട്ടിൽ വന്നപ്പം ആദ്യമായി കണ്ട ആ സീനുണ്ടല്ലോ, അതുപോലെ ടെക്സ്റ്റൈൽസ് വെച്ച് കണ്ടതും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പം സ്റ്റാൻലി ബാലേന്ദ്രനെ വിളിക്കുക. ബാലേന്ദ്രൻ ആകെ ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. ആ സമയത്ത് വിളിക്കുന്നത് ഫോൺ എടുക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് ഞാൻ സ്റ്റാൻലിയാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ എനിക്കറിയാം, നിങ്ങളുടെ നമ്പറും എനിക്കറിയാം, അതുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം സ്റ്റാൻലി ചോദിക്കും എന്താണ് ബാലേന്ദ്രൻ്റെ ശബ്ദത്തിന് ഇത്ര മൂർച്ച, നമ്മൾ തമ്മിൽ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുവാണ് എൻ്റെ ഭാര്യയുടെ പൂർവ്വ കാമുകനോട് സംസാരിക്കാനുള്ള രീതിയൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, ഇപ്പം സ്റ്റാൻലിക്ക് എന്താണ് പറയാനുള്ളത് അതങ്ങ് പറ എന്ന് പറയുമ്പം എനിക്ക് സംസാരിക്കാനുള്ളത് അലീനെക്കുറിച്ചാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീനെക്കുറിച്ചല്ലേ നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ളൂ, അല്ലാതെ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഒറ്റ വാക്കിൽ ഇങ്ങോട്ട് പറയാം, അലീനെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ, അതിന് എസ് ഓർ നോ അങ്ങനെ ഒരു ആൻസർ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറയുന്നു. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട് എനിക്ക് അലീനെ കൂട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമുണ്ട്, സമ്മതമാണ്, പക്ഷേ എൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ സാഹചര്യമൊന്നും അറിയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് സമ്മതമാണോ ഇല്ലയോ എന്നൊരൊറ്റ വാക്ക് എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറയുന്നതേക്കും സ്റ്റാൻലി പറയുവാണ് സമ്മതമാണ്, അലീനെ കൂട്ടിക്കൊണ്ട് പോകാൻ എനിക്ക് സമ്മതമാണ്, അത് അറിയിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന്. അത്രയും നേരം ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ബാലേന്ദ്രൻ ഒരു നിമിഷത്തേക്ക് അങ്ങ് സ്റ്റക്കായി പോകും. അന്നേരം സ്റ്റാൻലി ബാലേന്ദ്രൻ എന്നിങ്ങനെ 2 പ്രാവശ്യം വിളിക്കും. അന്നേരം ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് ബാലേന്ദ്രൻ പറയും. അത്രയും പറഞ്ഞു കഴിയുമ്പം സ്റ്റാൻലി ചോദിക്കും ഞാൻ എന്നാണ് അലീനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി അങ്ങോട്ട് വരേണ്ടത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഞാൻ അലീനെ അങ്ങോട്ട് എത്തിച്ചോളാം, ഏതായാലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചേക്കാം, അവളെ പൂർണ്ണ സുരക്ഷിതത്വത്തോടു കൂടി അവളെ സന്തോഷത്തോടെ മുന്നോട്ട് അവളെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവളെ ഏറ്റെടുക്കാവുള്ളൂ, അതല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ ഞാനുണ്ടാവും, അതെന്നെക്കൊണ്ട് പറ്റുന്നില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ കോടതിയിൽ പോകാൻ പോലും ഞാൻ തയ്യാറായിരിക്കും, അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് ഒരിക്കൽ കൂടി പറയുമ്പം സ്റ്റാൻലി ചോദിക്കും എന്താ ബാലേന്ദ്രൻ നിങ്ങൾക്ക് എന്നെ പേടിയാണോ, ആ ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അവളെ ഇല്ലാതാക്കും അല്ലെങ്കിൽ ഉപദ്രവിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയുള്ള ആളാണ് എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നല്ല ആളായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾ എങ്ങനെ പെരുമാറും എന്ന് എനിക്കറിയില്ല, അവൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, അതെനിക്ക് ഉറപ്പ് കിട്ടിയിരിക്കണമെന്ന് പറയുന്നു. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം,
നോക്കിക്കോളാം, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, അങ്ങനെയാണ് പട്ടാളക്കാർ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ വായിൽ നിന്ന് കേട്ടായിരുന്നു. ഒരു മിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം വന്നാൽ നിങ്ങളത് മാറ്റിവെക്കുമെന്നും നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ രീതിയായിരിക്കും, എൻ്റെ രീതി അങ്ങനെയല്ല എന്ന്. ഗംഗാധരനെ കുറിച്ചാട്ടോ ബാലേന്ദ്രൻ പറഞ്ഞു വെച്ചത്. ഏതായാലും ഇനി എന്നാണ് നിങ്ങൾ അലീനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടുന്നത് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് സ്റ്റാൻലി പറയുന്നു. അന്നേരം അതെന്നാണ് എന്ന് ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണേ. ഫോം വെച്ച് കഴിയുമ്പോഴത്തേക്കും ആകെ വിഷമമാവുന്നുണ്ട് ബാലേന്ദ്രന്. അന്നേരം ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും, ഏതായാലും എന്നെ കാര്യങ്ങൾ വിളിച്ചറിയിച്ചാൽ മതി എന്ന്. അതുപോലെ സ്റ്റാൻലി അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണ് എന്ന് അവളോട് പറഞ്ഞോ എന്ന് ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയും, പറഞ്ഞിട്ടില്ല, അത് എപ്പോൾ എങ്ങനെ പറയണം എന്നൊരു ടെൻഷനിലാണ് ഞാൻ എന്ന് പറയുമ്പോഴും സ്റ്റാൻലി പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവും, സൗകര്യം പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആട്ടോ ഫോം വയ്ക്കുന്നത്. എന്തായാലും ഫോം വെച്ച് കഴിയുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ്റെ സങ്കടം, ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു, കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് വരും കേട്ടോ. അലീന രാത്രിയിൽ ഡ്രസ്സൊക്കെ മടക്കി ബാഗ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറങ്ങി വരുന്നത്. അന്നേരം ഡോറെ തട്ടും. അന്നേരം വാതിൽ തുറക്കുമ്പം ബാലേന്ദ്രനാണ്. അന്നേരം അച്ഛനൊക്കെ കയറി വന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം നീ എന്തെങ്കിലും പണിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെക്കുമായിരുന്നു അച്ഛാ എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, അതെ, എന്നെ ആ കുളത്തുപുഴയിൽ നിന്നുള്ള ആൾ വിളിച്ചു കേട്ടോ, നിന്നെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്ന് പറയുമ്പം അലീനയ്ക്ക് പെട്ടെന്നൊരു വിഷമം വരുവാണേ. അലീന ചോദിക്കും, അവർ അങ്ങനെ അച്ഛനെ വിളിച്ചു പറഞ്ഞോ എന്ന്. അന്നേരം വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പം അലീന അതിൻ്റെ കൂടെ ഇങ്ങനെ ചോദിക്കുവാണ്, അച്ഛന് ശരിക്കും അറിയാവുന്ന, അച്ഛന് ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയല്ലേ അത് എന്നിങ്ങനെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്ഥലം നിനക്ക് വേണ്ടി കണ്ടെത്തിയത്, അവിടെ നിനക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉണ്ടാകും, ഒരു വിഷമവും അവർ നിനക്ക് ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും അലീന ഇങ്ങനെ വിഷമിച്ച് നോക്കിക്കുവാണേ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കുകയൊന്നും വേണ്ട, നിനക്ക് അവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്ന്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കും, നിനക്ക് പോകാൻ സമ്മതമല്ലേ, അതാണ് ഇനി എനിക്ക് അറിയിക്കേണ്ടത് എന്ന്. എന്നിട്ട് അലീന പറയും, ഞാൻ പോകാൻ ഇതിനു മുമ്പും തയ്യാറായിരുന്നല്ലോ അച്ഛ, ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ അച്ഛൻ പോലും എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിച്ചത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും, ഞാൻ അദ്ദേഹത്തെ കാര്യങ്ങൾ അറിയിച്ചോട്ടെ എന്ന്. അറിയിച്ചോളാൻ പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, എന്നാ പോകുന്നേ, നാളെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം നാളെ ഇല്ല, എനിക്ക് എല്ലാവരോടും യാത്ര ചോദിക്കുന്നുണ്ടേ, മറ്റന്നാൾ പോകാമെന്ന് പറയും. അന്നേരം മാറ്റമൊന്നുമില്ലല്ലോ, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അറിയിക്കട്ടെ എന്ന് ബാലേന്ദ്രൻ ഒന്നുകൂടെ ചോദിക്കും. അന്നേരം അലീന പറയും, അച്ഛൻ പറഞ്ഞു എന്ന്. അങ്ങനെ ബാലേന്ദ്രൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ബാലേന്ദ്രൻ ഭയങ്കര വിഷമമാണ് കേട്ടോ, അതൊക്കെ ഇങ്ങനെ കടിച്ച് പിടിച്ചാണ് സംസാരിക്കുന്നത്. ബാലേന്ദ്രൻ അങ്ങ് പോയി കഴിയുമ്പം അലീനയ്ക്ക് നല്ല വിഷമമാണ്. അലീന ഇങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.